ഹലോ ഗായ്സ്, ഞാൻ റഹ്മാൻ പൊന്നാനി. ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയാലും മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യണം. ഒരുപാട് കുടുംബത്തുള്ള കുട്ടികളൊക്കെ പെട്ടുകിടക്കുന്നുണ്ട്. അതുകൊണ്ട് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു ഉപകാരമാകും. ഒരുപാട് കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ പുതിയ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുമോ, 10,000 തരാം, അല്ലെങ്കിൽ മറ്റു വല്ല പാരിതോഷികങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ട്രാപ്പിലാക്കുകയാണ്. അപ്പോൾ അതിൽ വലിയൊരു സംഖ്യ ആ അക്കൗണ്ടിൽ വരുത്തിയിട്ട് അവരത് ഇവരെ കൊണ്ട് തന്നെ വിഡ്രോ ചെയ്യിപ്പിച്ച് കൊണ്ടുപോകും. പിന്നീടാണ് പോലീസ് കേസൊക്കെ വരുന്നത്. അന്യ സംസ്ഥാനത്തൊക്കെ പോലീസ് വന്നിട്ട് കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്, പേടി പരത്തുന്ന റിപ്പോർട്ടൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊന്നു മക്കളെ ദയവ് ചെയ്തിട്ട് അപേക്ഷിക്കണം. വീട്ടുകാരൊന്നും അറിയാതെ നിങ്ങൾക്ക് പുറത്ത് അടിച്ചു പൊളിക്കാനൊക്കെ 10,000 കിട്ടല്ലേ, ഒരു അക്കൗണ്ടൊക്കെ ഓപ്പൺ ആക്കിയാൽ എന്താണ് ചെന്ന് പെടുട്ടാ, ഒരുപാട് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ട് അത്തരം ആളുകളൊക്കെ നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത് വേണ്ടത് പോലീസിൽ പിടിപ്പിക്കാൻ വേണ്ടത്, ഇങ്ങനെ ഇയാൾ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറി പോകാമെന്നൊക്കെ. പെട്ടുപോണ്ട, ഭാവി കോഞ്ഞാട്ടയിലാവും. ചിലർക്കൊക്കെ അറിയാം, ഒരുപാട് പേർക്ക് അറിയില്ല. അതുകൊണ്ട് മാക്സിമം വീഡിയോ ഒന്ന് ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഒന്ന് കിട്ടട്ടെ. ഒരുപാട് കുട്ടികളൊക്കെ അന്യന്മാരൊക്കെ പെട്ടുകിടക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് വളരെ വളരെ താഴ്മയോടുകൂടി കേരള സർക്കാരിനോടും ബഹുമാനപ്പെട്ട കോടതിനോടും ബഹുമാനപ്പെട്ട പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരോടൊക്കെ ഈ കുട്ടികൾ കേസിൽ പെടുമ്പോൾ തന്നെ അവരെ കൊണ്ട് അക്കൗണ്ട് തുടങ്ങിപ്പിച്ചിട്ട് ഒരു വ്യക്തി അപ്പുറത്തുണ്ടാവുമല്ലോ, ഭീമമായ തുക, അവരെ കൂടി പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ബഹുമാനപ്പെട്ട കോടതിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയൊരു ശിക്ഷ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കും ഒരു പരിധിവരെയൊക്കെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിൻ്റെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊക്കെ, മുഖ്യമന്ത്രിൻ്റെ ഭാഗത്തുനിന്നൊക്കെ വളരെ ശ്രമത്തിനുണ്ടാവണം കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മളെ കേന്ദ്ര സർക്കാർ, ബഹുമാനപ്പെട്ട മോദിജി, ബഹുമാനപ്പെട്ട അമിത്ഷാ, അവരെ കൂടി ശ്രദ്ധയിലേക്ക് ഇത് പെടുത്താൻ തോന്നുന്നു. हमारा जो बहुमान्य जो प्रधानमंत्री जी है मोदी जी, और जो अमित शाह जी, बहुत सारे बच्चा लोग को फंसा रहा है. वो देगा ये देगा बोल के उसका नाम पे जो अकाउंट खोल कर उसमें पैसा डाल के गोलमाल कर रहा है. बहुत सारे लोगों के पास केस आया है. मेहरबानी करके जिसने वो पैसा भेज रहा है, जिसने वो फंसा रहा है बच्चा लोगों को, उसको पकड़ने का, जेल में डालने का पूरा तरीके से आप मेहरबानी करके कानून बनाइए. और आपका शुक्रगुजार हूँ. मेहरबानी करके ये केस जो पैसा उधर से डाल रहा है, उधर भी तो एक आदमी होगा, कौन डाल रहा है, उसको पकड़ने का पूरा ध्यान दे तो बहुत अच्छा होगा. मैं आपका शुक्रगुजार हूँ. ज़रा ध्यान रखिए. അപ്പോൾ നമ്മളിപ്പോൾ പറയാനുള്ളത്, ഇതൊക്കെ മോദിജി കാണും, അമിത്ഷാജി കാണും, അല്ലെങ്കിൽ കാണില്ല, ആ ധാരണയിലല്ല. ഒരു വിവരം പറയുമ്പോൾ പൂർണ്ണത വേണ്ടേ. അപ്പം കുട്ടികളോട് പറയാനുള്ളത്, പഠിക്കുന്നത് ഒരു ട്രാപ്പിലും ചെന്ന് പെടാൻ നോക്കണ്ട. നമുക്കൊരു വാർത്ത വന്നിട്ടുണ്ടോ എന്ന് കേട്ട് നോക്കാനോ, ഫുള്ളായിട്ട് കേട്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. എന്ത് കാര്യത്തിന് എടുത്ത് ചാടരുത്, അതാണ് ഞാൻ പറയുന്നത്. അത് ഒരുപാട് യുവാക്കളൊന്നും പറയാൻ പറ്റില്ല, കോളേജിൽ പഠിക്കുന്നതും 20 വയസ്സിന്റെയും 25 വയസ്സിന്റെയും ഇടയിലുള്ള കുട്ടികളെ മാത്രം തെരഞ്ഞു പിടിച്ച് അവരെ കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കിച്ചിട്ട് അതിന്റെ പിന്നിൽ വലിയ ലോബിയാണ് പ്രവർത്തിക്കുന്നത്. അത് ഒരുപാട് ആളുകൾ ഇപ്പോൾ ജയിലിനകത്ത് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ കുട്ടികളിപ്പോൾ ഒളിവിൽ കഴിയുന്നവരായിട്ടും നമുക്കറിയാൻ കഴിയും.
ഇത് വലിയൊരു അപകടം പിടിച്ചൊരു ഇതിലേക്കാണ് പോകുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചിലപ്പോൾ യാദൃച്ഛികമാവാം, കരുതി കൂട്ടിയൊന്നും ആവില്ല, മനഃപൂർവ്വമായിരിക്കില്ല. എങ്കിലും കൂടി നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പെടുന്നത് എന്നുള്ളതാണ് വളരെ അധികം ദുഃഖകരമായ വിവരം അറിയാൻ കഴിഞ്ഞത്. അത് എന്നോട് പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട ഒന്ന് രണ്ട് ആളുകൾ തന്നെയാണ്. ചിലപ്പോൾ ഉദ്ദേശം മറ്റൊന്നും ആയിരിക്കില്ല, അത് ദുരുദ്ദേശപരമോ ആയിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോ എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ കുട്ടി എൻ്റെ നാട്ടിലുള്ള ഒരു കുട്ടിയാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയാണ്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവനും ഇതേപോലെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഒരാള് വന്നിട്ട് പറയുകയാണുണ്ടായത്, പിന്നെ കാശ് കിട്ടും, അക്കൗണ്ട് ഓപ്പൺ ആക്കി തന്നാൽ മതി, അക്കൗണ്ട് ഓപ്പൺ ആക്കി അതിലേക്ക് നിന്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ, അല്ലെ, 10 ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് വരും, നിനക്ക് ഒരു 10,000 രൂപ ഞങ്ങൾ അതിന് പാരിതോഷികമായി തരാം. അത് അവൻ പറഞ്ഞ് പിടിപ്പിച്ചത് വേറെ രീതിയിലായിരുന്നു. ഇത് അവന്റെ അക്കൗണ്ടിലേക്ക് വരേണ്ട കാശാണ്, വീടിന്റെ പണിയിലേക്കോ എന്തോ ആവശ്യത്തിലേക്ക് വരേണ്ട കാശാണ്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഓൾറെഡി കുറെ വന്നു കഴിഞ്ഞു, ജ്യേഷ്ഠനൊക്കെ ആയിട്ട് ആരൊക്കെ അയച്ചു കൊടുത്തിട്ട് വന്നു കഴിഞ്ഞു, അല്ല അങ്ങനെയല്ല പറഞ്ഞത്, ആരൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അവന്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ചോദ്യം വന്നേക്കാം, അതുകൊണ്ടൊന്ന് സഹായിക്കാമോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. ഇവൻ അതിൽ വീണു, അവൻ സമ്മതിച്ചു, അവന്റെ അക്കൗണ്ടിലേക്ക് വന്നു. വന്നതിന്റെ വരുന്ന ഘട്ടത്തിൽ 2 ലക്ഷം ഒക്കെ ആയിട്ടാണ് വന്നതെന്ന് തോന്നുന്നു, അല്ലെ. ഈ 2 ലക്ഷമൊക്കെ ആയിട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് അവൻ ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്ത് കൊടുക്കുന്നു, അവനക്ക് കാശ് കൊടുക്കുന്നു. അങ്ങനെ ഇത് സംഭവിച്ചു. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ റംസാൻ മാസം, കഴിഞ്ഞ വർഷം, ഏകദേശം ഒരു വർഷം ആവാനായി, അല്ലേ. അതിനുശേഷം ഇപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ കാലത്ത് പോലീസുകാര്, ഞാൻ അപ്പൊ ആ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, ഇവിടെ വന്ന് ബെല്ലടിച്ച്, ഇവൻ ഉറക്കായിരുന്നു ആ സമയത്ത്, അവന്റെ ഉമ്മയും ഉപ്പയും ഇവനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. വന്നിട്ട് ഇവന്റെ പേര് ചോദിച്ചു. അപ്പൊ അങ്ങനെ എന്താ കാര്യം എന്ന് പറഞ്ഞപ്പോൾ യൂണിഫോമിൽ ഇല്ലാതായിരുന്നു ആദ്യം രണ്ടാൾ വന്നത്. പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കെയാണ് യൂണിഫോമിൽ ഒരാൾ വരുന്നത്. ആകെ പരിഭ്രാന്തയായ അവസ്ഥയിലായിരുന്നു ഇവൻ. ഇങ്ങനെ ഒരു പ്രശ്നം വരില്ല എന്ന് പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് ചിലപ്പോൾ വീട്ടുകാരോടൊന്നും അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പോലും ഉണ്ടായിട്ടില്ല. അവരിങ്ങനെ അക്കൗണ്ടിലേക്ക് ഇട്ട കാര്യം പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിർഭാഗ്യവശാൽ അവരോട് വന്നപ്പോൾ എന്ത് പറയണമെന്ന് പഴിച്ചേക്കായിരുന്നു. ഇവനും ആകെ പേടിച്ച അറിയേണ്ട അവസ്ഥയായിരുന്നു. അവർ വന്ന് നല്ല മാന്യമായ രീതിയിൽ തന്നെയാണ്, എറണാകുളത്തിൽ നിന്നുമാണ് വന്നത്, എറണാകുളം കളമശ്ശേരിയിൽ നിന്നുമാണ് അവർ വന്നത്. വന്നതിന് ശേഷം കൊണ്ടുപോകണം, ഞങ്ങൾക്ക് ഇവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നറിയിച്ചു. അങ്ങനെ ഇവന്റെ ഉപ്പ എന്നെ വിളിക്കാനുണ്ടായത്. ഞാൻ ആ സമയം തന്നെ ഓടി വന്നു. അപ്പൊ ഞങ്ങളോട് വളരെ മാന്യമായ രീതിയിലാണ് പെരുമാറിയതൊക്കെ. അവര് പേടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ പറഞ്ഞ് സമാധാനിപ്പിക്കാനുണ്ടായത്, പേടിക്കൊന്നും വേണ്ട, ചിലപ്പോൾ ഒരു 14 ദിവസത്തേക്ക് റിമാൻഡ് ഉണ്ടാവും, അതിനിടക്ക് നിങ്ങൾ ചിലപ്പോൾ കോടതിയെ സമീപിച്ചാൽ ജാമ്യം കിട്ടാനും സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു വാഹനം എടുത്ത് അവന്റെ പുറകെ ഞങ്ങളും പോയി. അവനെ അവരുടെ പോലീസ് വാഹനത്തിലും കൊണ്ടുപോയി. ഞങ്ങളവിടെ കളമശ്ശേരി എത്തിയപ്പോൾ ജാമ്യം ഇറക്കാനുള്ള ഒരു സാധ്യത ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ബന്ധത്തിലുള്ള ഒരുപാട് നിയമപാലകരായ എനിക്ക് ബന്ധമുള്ള ആളുകളോടൊക്കെ ഞാൻ നിയമത്തിന്റെ വഴിയിലൂടെ അവനെ ഇറക്കാനുള്ള പല ശ്രമങ്ങളും ഞാൻ നടത്തി. അവിടുന്ന് സ്റ്റേഷൻ ജാമ്യം തന്നെ കിട്ടാനുള്ള എല്ലാ വഴികളും നോക്കിയിട്ടും ഒരു സാധ്യത ഇല്ലായിരുന്നു. ഞാൻ വളരെ അടുത്തറിയുന്ന ഓഫീസർമാർ പോലും പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് കോടതിയിൽ ഹാജരാക്കിയേ പറ്റൂ, ആ ഒരു ഇൻസ്ട്രക്ഷനാണ് ഞങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത്, ഇതിന്റെ പുറകെ വലിയൊരു റാക്കറ്റ് ഉണ്ട്. അതാണ് ഇവിടെ പിടികിട്ടാത്തത്. കാരണം ഈ അക്കൗണ്ടിലേക്ക് അയക്കാൻ ഒരാളുണ്ടല്ലോ, ഈ അയക്കുന്ന ആളാരാണ്, അവർക്കെതിരെ അന്വേഷണമോ ഒന്നുമില്ല, അവര് എവിടെയാണുള്ളതെന്നോ. സ്വാഭാവികമായിട്ട് ഒരാളുടെ അക്കൗണ്ടിലേക്ക് അയക്കുമ്പോൾ ഈ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ച ആൾക്ക് മാത്രമല്ല ഒഫൻസ് ഉള്ളത്, അപ്പുറത്തുണ്ട്. പക്ഷെ അതൊന്നും ആർക്കും അറിയില്ല, അതൊക്കെ നിഗൂഢതയാണ്. പല കുട്ടികളെയും ഡൽഹിയിൽ നിന്നും ഭോപ്പാലിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നിട്ടാണ് കൊണ്ടുപോകുന്നതെന്നുള്ള ഏറ്റവും പേടിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവനവിടെ കൊണ്ടുപോയി, ഇവനവിടെ റിമാൻഡ് ചെയ്തു, 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. പക്ഷെ ഞങ്ങൾ അവിടെ തന്നെ കൂടി 5 ദിവസത്തോളം ഞാനും ഇവന്റെ ഉപ്പയും അവിടെ എറണാകുളത്ത് ഹോട്ടൽ എടുത്ത് അവിടെ കൂടി. ദിനേന ഞങ്ങള് കോടതിയിൽ തന്നെ ആയിരുന്നു. രാവിലെ 10 മണിക്ക് പോയി കോടതിയിൽ അങ്ങ് കയറി കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിക്കാണ് ഞങ്ങൾ രണ്ടുപേരും കോടതിയിൽ നിന്ന് മടങ്ങി വരാറ്. ഞാനവിടെ ഒരു വക്കീലിനെ അപ്പോയിന്റ് ചെയ്തിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ഹൈക്കോർട്ടിലെ ഷൈജു വക്കീലുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ ആയിരുന്നു ഞാൻ അപ്പോയിന്റ് ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിരുന്നു വിടാറ്. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ പുറകെ തന്നെ കൂടി, നിയമത്തിന്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ പുറകെ തന്നെ എങ്ങനെയെങ്കിലും അവനെ ജാമ്യത്തിൽ ഇറക്കണമെന്നുള്ളത്.
40 ദിവസമായിട്ടും 60 ദിവസമായിട്ടൊക്കെ ജാമ്യം കിട്ടാത്തവരുണ്ടല്ലേ? ഒരുപാട് പേരുണ്ട്, കിട്ടാത്തവരായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പോ വളരെ ഇതില് ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയണം, നിങ്ങൾ രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം. ഇത് ചെറിയ കാര്യമല്ല, പെട്ട് കഴിഞ്ഞാൽ പെട്ടതാണ്. ഞങ്ങളൊക്കെ അവിടെ എറണാകുളത്ത് രാപ്പകലില്ലാതെ ഇതിന്റെ പുറകെ തന്നെ ഓടി നടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇനിയിപ്പോ ഇവൻ ഇതാ 4-ാമത്തെ ദിവസം ഇവൻ ജാമ്യത്തിൽ ഇറങ്ങി, 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം 5 ദിവസം അവിടെ കിടന്നു. 5-ാമത്തെ ദിവസം അല്ലെ, 5-ാമത്തെ ദിവസം ആണ് ഇവൻ ഇറങ്ങുന്നത്. 5-ാമത്തെ ദിവസം ഇവൻ ഇറങ്ങി ഇനിയിപ്പോ എല്ലാ ആഴ്ചയും 2 ദിവസം ബുധനും വെള്ളിയും എറണാകുളം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിടണം. 3 മാസത്തേക്ക് അത് തുടരണം. അപ്പോൾ ഇത് വലിയ റിസ്ക്കാണ്. ഇപ്പൊ ഇവൻ തന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും. ഇവൻ ജയിലുണ്ടായവനക്കുള്ള അവസ്ഥകൾ ഇവൻക്ക് അറിയുന്ന ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇവൻ അന്വേഷിച്ചപ്പോൾ ഇവൻക്ക് അറിയാൻ പറ്റിയ കാര്യങ്ങളും പിന്നെ ഒരുപാട് കുട്ടികൾ ഇതിന്റെ പേരിൽ ഒളിവിലൊക്കെയാണ്. അപ്പൊ രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് മക്കളെ ശ്രദ്ധിക്കുക. സ്കൂളിൽ വിടുമ്പോഴും കോളേജിലേക്ക് വിടുമ്പോഴൊക്കെ മക്കളെപ്പോഴും എന്താ പറയാ ഒരു ബോധവൽക്കരണം നൽകുക കുട്ടികൾക്ക്. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വല്ല ഓഫർ ആയിട്ട് വരികയാണെങ്കിൽ ഒരിക്കലും നിൽക്കരുത്. ഈ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇതിപ്പോ ഒരുപാട് രക്ഷിതാക്കൾ ഇവിടെ കൂട്ടം കൂടിയിട്ടുണ്ട്, കുടുങ്ങിയ ആളുകളൊക്കെ. ഇതിന്റെ പ്രധാന കണ്ണി ഇത് ഇവന്റെ കൊണ്ട് ചെയ്യിച്ച ആളെ പേര് സുഹൈൽ എന്ന് പറയുന്ന ഒരാളാണ്. കക്കാട് ഇവിടെ ഒരു കുറച്ചപ്പുറത്ത് അല്ലെ, കുറുക്കൻ സുഹൈൽ എന്ന് പറയുന്ന ഒരാളാണ് ഇവന്റെ അക്കൗണ്ടിൽ കിട്ടത്. പക്ഷെ അവന് ഇപ്പോൾ ഒളിവിലാണ്. പെടേണ്ടവരൊക്കെ പെട്ടു. അവൻ കാരണമാണ് കുറെ കുട്ടികളൊക്കെ അവൻ കാരണമാണ് പെട്ടത് അല്ലെ. നമ്മുടെ ഈ അയൽവക്കത്തുള്ള ആൾക്കാരും ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അതെ, അവനാണ് ഇതിന്റെ കാരണക്കാരൻ. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും പോയി സമ്മതിക്കാൻ നിന്നിട്ടല്ലേ, പെടാൻ പോയിട്ടല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഇത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിലേക്ക് വീഴുന്നൊരു സമയമായിരുന്നു. ആരും ഇത്ര ഗൗരവത്തിൽ ഇതൊരു പ്രശ്നം ഉണ്ടാവുമോ എന്നോ ഒന്നും വിചാരിച്ചു കാണില്ല. ഇവനോട് പറഞ്ഞത് ഒരു രീതിയിലാണ്, വേറെ ആളോട് പറഞ്ഞത് വേറെ രീതിയിലാണ്. ഓരോരുത്തരോട് പല രീതിയിലും പറഞ്ഞിട്ടാണ് ക്യാഷ് അടിപ്പിച്ചത് അക്കൗണ്ടിലോട്ട്. അതെ, പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ്. ചികിത്സക്കുള്ള കാശാണെന്ന് ചിലരോട് പറഞ്ഞിട്ടില്ലേ, വീടിന്റെ പണി. അതെ പലരോടും പറഞ്ഞു. അതെ. അപ്പൊ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പ്രലോഭനത്തിലൊക്കെ മക്കൾ വീണേക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിന്റെ തലപ്പത്തുള്ള ആൾ ഇപ്പൊ സുഹൈൽ എന്ന് പറയുന്ന ആൾ വേറെയാണ്, കേരളത്തിൽ തന്നെ ഇല്ല എന്നാണ് അറിയപ്പെടുന്നത്. അവന് പല രീതിയിലും ഞങ്ങൾ അവനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബന്ധപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവൻ അനുഭവിക്കേണ്ട ഇവൻ തന്നെ അനുഭവിക്കണം. ആരൊക്കെയാണ് കുടുങ്ങിയിട്ടുള്ളത് അത് അവരെന്നെ അനുഭവിക്കണം. കാരണം അവർക്കെതിരെ മാത്രമേ പ്രത്യക്ഷത്തിൽ തെളിവുള്ളൂ. ഇനി സുഹൈലിനെ കിട്ടിയാൽ മാത്രമേ ഇനി ബാക്കിയുള്ള തെളിവുകളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ നിയമപരമായിട്ട്. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇനി നിനക്ക് എന്തെങ്കിലും ഇതിനെ പറ്റി പറയാനുണ്ടെങ്കിൽ പറ. കാരണം ഇത് കാരണം നിന്റെ പ്രായമുള്ള ആളുകൾക്കാണ് നീ ഉപദേശം കൊടുക്കേണ്ടത്. അവരോട് എന്താണ് ഇതിന്റെ പറയേണ്ടത്? നിനക്കുണ്ടായ ദുരനുഭവങ്ങൾ പറയും. ഇതുപോലെ പല കാരണങ്ങളും പറഞ്ഞ് ഇനിയും വേറെ വന്നേക്കാം. അതേമാതിരി ഇതിപ്പോ അവൻ പറഞ്ഞത് 100% സേഫ് ആയിട്ടുള്ള മണിയാണ്, ഒരു കാരണവശാലും പ്രശ്നമോ കാര്യങ്ങളൊന്നും വരില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മള് ഒന്നാമത് ചെറുപ്പം മുതലേ അറിയണ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മള് അതിനണ്ട് വഴങ്ങി കൊടുത്തു. ഇതിന്റെ പുറകെ ഇങ്ങനെ ഒരു വലിയ പ്രശ്നം വരും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ പെട്ടെന്നാണ് ഇങ്ങനെ നമ്മളെ വേറൊരു ഫ്രണ്ടിനെ കൊണ്ടുപോയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. അവൻ എല്ലാവരും ചതിക്കേനി, ഇങ്ങനത്തെ ഒരു വലിയൊരു കളി ഇതിന്റെ ബാക്കിൽ കളിക്കേനി. വീടിന്റെ കാശല്ലായിരുന്നു, രോഗത്തിന്റെ കാശല്ലായിരുന്നു, ചികിത്സന്റെ കാശല്ലായിരുന്നു. നല്ല രീതിയിലുള്ള പൈസ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഇതിന് വഴങ്ങൂലായിരുന്നു. കാരണം ഒന്നാമത് നമ്മളെ ഇതുവരെ ആക്കി വളർത്തി വലുതാക്കി വലിയൊരു തെറ്റിലേക്ക് നമുക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യാനുള്ള ഇത് നമുക്കില്ല. വേറൊന്നുമില്ല, നമ്മളെ ചെറുപ്പം മുതൽ എല്ലാ കാര്യത്തിലും വിശ്വസിച്ച് എല്ലാത്തിനും കൂടെ നടന്നു വരുത്താൻ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പരമ്പ ചെയ്തു കൊടുക്കുന്ന കാര്യം ആരും ചെയ്തിട്ടുള്ളൂ. അറിഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ചെയ്തില്ല. എന്തായാലും ഇനിയിപ്പോ ജയിലിൽ കിടക്കാനുള്ളത് എന്തായാലും അനുഭവിച്ച് അതേപോലെ ആരും വരാതിരിക്കുക. ഇതേപോലെ പല ഭീഷണിയായിട്ടും മറ്റായിട്ടും പല ഓഫറുകളായിട്ടും വരും. ഒന്നും ചെയ്യാതിരിക്കുക, മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാൻ നോക്കുക. അതന്നെ. ഇതിപ്പോൾ ഞങ്ങൾ ഒരുപാട് രക്ഷിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പല ആളുകളും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവരെല്ലാവരോടും കൂട്ടി സ്റ്റേഷനിൽ ഇവിടെ ഒരു പെറ്റീഷൻ ഇടാൻ പോവാണ്. കാരണം ഇത് നമ്മൾ മക്കളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യം, മക്കളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന ഒരു വിഭാഗം പുറകുവശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ലോബി, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ചെറമംഗലം, പിന്നെ തിരൂര്, കുറ്റിപ്പുറം, നമ്മുടെ ചേളാരിയിൽ ഇപ്പോൾ ഒരു പയ്യൻ്റെ ഒളിവിലാണ്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്നുണ്ട്. വളരെ ദുഃഖം ഉണ്ടാക്കുന്ന സംഗതിയാണ് അതൊക്കെ. അവർക്കൊന്നും ഇതുവരെ അന്വേഷണം വന്നിട്ടില്ല, പക്ഷെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ അവർ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്.
ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസയാണ്. ഇപ്പൊ ഇവന്റെ ഒരു സാമ്പത്തിക അവസ്ഥ അനുസരിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു കാശിന് വേണ്ടി ഇവർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയാൻ മനസ്സിലായോ? ഇത് അവൻ എന്തോ ഒരു ബ്രെയിൻ വാഷിൽ ഇവനെ പെടുത്തിക്കൊണ്ട് ചെയ്തതാണ്. ഇവന്റെ കുടുംബത്തെ തന്നെ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു പറയിപ്പിക്കാത്ത ഒരു, ഞാൻ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനത്തെ ഒരു കുട്ടിയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏതായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇത് വളരെ അപകടമാണ്, വളരെ അപകടമാണ്. പ്രത്യേകിച്ച് നമ്മൾ നിയമം പാലിക്കണം. കാശ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ 50,000 രൂപക്ക് മുകളിൽ നമ്മൾ കയ്യിൽ വെച്ചാൽ പോലും നമ്മൾ കണക്ക് കാണിക്കണം എന്നുള്ളൊരു നിയമത്തിന്റെ കീഴിലാണ് ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആ നിയമത്തിന്റെ അനുസരിച്ചുകൊണ്ട് തന്നെ അനുസൃതമായി തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് സന്തോഷ ജീവിതം മുന്നോട്ട് നയിക്കാം. നിയമപരമായിട്ട് ജീവിക്കുക. നമ്മൾ പോലീസുകാരെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അവർക്ക് എന്താണോ മുകളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ വരുന്നത്, നിയമം വരുന്നത്, അതവർ നടപ്പിലാക്കാൻ മാത്രമേ അവരുടെ ഒരു പരിധിയിലുള്ള നിയമത്തെ അനുവദിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ബന്ധം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഒരു കാര്യമില്ല. ഇത് അനുഭവിക്കേണ്ടത് ഇതുപോലുള്ള ചെറിയ ചെറിയ പയ്യന്മാരായിരിക്കും. എല്ലാവരും സൂക്ഷിക്കുക. ഇതിന്റെ ഒരു ലോബി അത് ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ആരൊക്കെയോ ടാർഗറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിന് കിട്ടും എന്ന് തോന്നുന്ന കുട്ടികളോട് മാത്രമാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയൊരു ഭീതിപ്പെടുത്തുന്നത് അങ്ങനെ 25 വയസ്സിനുള്ള മുകളിൽ ആരും അധികവും കുടുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെ. എല്ലാം 25 വയസ്സിന്റെ ഉള്ളിലുള്ള കുട്ടികളാണ്. ഇപ്പൊ എന്റെ പ്രായമോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള 45, 50 വയസ്സിന്റെ മുകളിൽ ആളുകളൊന്നും ഇവര് ഇതിലേക്ക് വലിച്ചയക്കുന്നില്ല. കാരണം അവർക്കറിയാം ഇതിനവരെ കിട്ടില്ല. ചെറിയ മക്കൾക്കുമാണ് സാമ്പത്തിക പ്രയാസമുള്ളത്. അവർക്ക് മാത്രമേ ആവശ്യം ഉണ്ടാവുക. അപ്പൊ അവരാണ് ഇത് ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഏതായാലും ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടിയിട്ടുണ്ട് എങ്കിലും നിങ്ങൾ എല്ലാവരും ഇത് കാണുക. നിങ്ങളെ മക്കളെ കാണിക്കുക. ഇതെല്ലാവരും ഷെയർ ചെയ്യുക. ഇതിന്റെ പുറകിൽ ആരാ കളിച്ചാൽ ഞങ്ങൾ അവരെ പുറകിലുണ്ട്. ഞങ്ങൾ അവരെ പിടിക്കും. അവരെ ഞങ്ങൾ ഇതിന്റെ വെളിച്ചത്ത് കൊണ്ടുവരും. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിന് സുഹൈലല്ല ഞാൻ ആരായാലും ശരി. ഇവരുടെ സമാധാനവും ജീവിതവും തകർത്തിട്ട് സുഖമായിട്ട് എവിടെയെങ്കിലും ഒളിച്ചു കഴിയാമെന്ന് ആരും വിചാരിക്കണ്ട. ഞങ്ങൾ ഇതിന്റെ പുറകെ തന്നെ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ കേട്ടല്ലോ, മാതാപിതാക്കൾ പാവം ഈ കുട്ടികളൊക്കെ പോകുമ്പോൾ പുറത്ത് കൂടെ പോകാറുണ്ടോ? ഇങ്ങനെ കറങ്ങാൻ പോകുമ്പോഴൊക്കെ. അപ്പം പൊന്നു മക്കളെ ശ്രദ്ധിച്ചോ. 50,000 രൂപയിൽ കൂടുതൽ നമ്മളെ കൈവശം വെക്കാൻ പാടില്ല എന്നുള്ള നിയമമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഇന്ത്യയിൽ. മനസ്സിലായില്ലേ? അപ്പം വെറുതെ ഒരാൾ വാ അത് തരാ ഇത് തരാ അക്കൗണ്ട് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെടുത്ത് ചാടാൻ നിൽക്കണ്ട, വിട്ടുപോകും. പിന്നെ നമ്മൾക്ക് താഴ്മ കൂടി പറയാൻ പറ്റും. പറഞ്ഞിട്ടുണ്ടല്ലോ സർക്കാരിനോട്, കോടതിനോട്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജിയോട്, ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നമ്മളും പറഞ്ഞിട്ടുണ്ട്. ഈ പൈസ അയക്കുന്നൊരു സംഘം ഉണ്ടല്ലോ, ആരാണ് അവരെയും കൂടി പിടികൂടാനുള്ളൊരു നല്ലൊരു നിയമം കൊണ്ടുവന്ന് അവരെ ഇത് കൊടുക്കണമെന്നുള്ളത്. അതങ്ങനെ സംഭവിക്കട്ടെ, നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പം ഈ ദൈവം നമ്മൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, അതനുസരിച്ച് ജീവിക്കാൻ. വെറുതെ എന്ത് കിട്ടിയാലും ആ ഒരു മനോഭാവമൊക്കെ വിടണം കേട്ടോ. ഞാനുൾപ്പെടെ. പഴമൊഴി ഉണ്ടായിരുന്നു, പഴയ ആളുകളൊക്കെ അവരൊക്കെ പോയി ലോകത്തോട് വിട പറഞ്ഞ്. അധികം വിളഞ്ഞാൽ അരി അങ്ങാടിയിലാണെന്ന് അങ്ങനെ ചൊല്ലുണ്ട്. അതുപോലെ ആരെങ്കിലുമൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് അത് തരാം ഇത് തരാം, പിന്നെ പണി പാളും. കൂടുതലായി എല്ലാ ഡീറ്റെയിലായി അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റും കൊടുക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ലെങ്ത്ത് കുറച്ച് കൂടിയിട്ടുണ്ട്, എന്നാലും ഇത് ഉപകാരമുള്ള വീഡിയോ ആണ്. കൂടുതലായൊന്നും പറയാനില്ല. മസ്സലാമ.